നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എൻ പി ഹാർഡ് പ്രോബ്ലംസിനെ കുറിച്ചും എൻ പി കംപ്ലീറ്റ് പ്രോബ്ലംസിനെ കുറിച്ചും ഒരു ജനറൽ ഓവർവ്യൂ പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രോബ്ലം നിങ്ങൾക്ക് തരികയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മിനിമൽ സ്പാനിങ് ട്രീ എന്നൊരു പ്രോബ്ലം തരികയാണ്. ഈ പ്രോബ്ലം ഒരു എൻ പി കംപ്ലീറ്റ് പ്രോബ്ലമാണോ അതോ അല്ലയോ എന്ന് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? ഒരു പ്രോബ്ലം നിങ്ങൾക്ക് തന്നാൽ ആ പ്രോബ്ലം ഒരു എൻ പി കംപ്ലീറ്റ് പ്രോബ്ലമാണോ എൻ പി ഹാർഡ് പ്രോബ്ലമാണോ എന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. നമ്മൾ ഇപ്രാവശ്യം എടുക്കുന്ന പ്രോബ്ലത്തിൻ്റെ പേര് മിനിമൽ സ്പാനിങ് ട്രീ. അപ്പോൾ സ്പാനിങ് ട്രീ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഗ്രാഫ് വേണം അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരച്ചു. ഈ ഗ്രാഫിന് മൊത്തം 3 വെർട്ടെക്സുകളാണുള്ളത്. ഇതൊരു വെർട്ടെക്സ്, ഇതൊരു വെർട്ടെക്സ്, ഇതൊരു വെർട്ടെക്സ്. 3 വെർട്ടെക്സുകളുള്ള ഒരു ഗ്രാഫ്. 3 എഡ്ജുകളും ഇതിനുണ്ട്. ഇത് എഡ്ജ് x1, ഇത് എഡ്ജ് x2, ഇത് എഡ്ജ് x3. എഡ്ജ് x1ൻ്റെ ലെങ്ത്ത് 1, x2ൻ്റെ ലെങ്ത്ത് 2, x3യുടെ ലെങ്ത്ത് 3. അപ്പോൾ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്, അതിൻ്റെ എഡ്ജുകൾ തന്നിട്ടുണ്ട്, ഓരോ എഡ്ജിൻ്റെ ലെങ്ത്തും തന്നിട്ടുണ്ട്. ഈ ഗ്രാഫിൻ്റെ സ്പാനിങ് ട്രീ ആണ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടത്. സ്പാനിങ് ട്രീ എന്ന് വെച്ചാൽ ഗ്രാഫിൽ തന്നിട്ടുള്ള എല്ലാ വെർട്ടെക്സുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ട്രീ വരയ്ക്കണം. എന്ന് വെച്ചാൽ അതിൽ സൈക്കിൾസോ ക്ലോസ്ഡ് ലൂപ്പുകളോ വരാൻ പാടില്ല. അതിനോടൊപ്പം എല്ലാ വെർട്ടെക്സുകളെയും കണക്റ്റും ചെയ്തിരിക്കണം. നമുക്ക് നോക്കാം എങ്ങനെ വരയ്ക്കണമെന്ന്. ഒരു വെർട്ടെക്സ്, രണ്ടാമത്തെ വെർട്ടെക്സ്, മൂന്നാമത്തെ വെർട്ടെക്സ്. എല്ലാ വെർട്ടെക്സുകളെയും ഉൾപ്പെടുത്തിക്കഴിഞ്ഞു. എല്ലാ വെർട്ടെക്സുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവയെ പരസ്പരം കണക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ട്രീ വരയ്ക്കാം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കണക്റ്റ് ചെയ്യാം അല്ലേ? ഇങ്ങനെ ചെയ്താൽ ഗ്രാഫിലുള്ള എല്ലാ വെർട്ടെക്സുകളെയും നമുക്ക് ഉൾപ്പെടുത്താനും സാധിക്കുന്നു, അവരെ കണക്റ്റ് ചെയ്യാനും സാധിക്കുന്നു. അല്ലെങ്കിൽ ഏത് രീതി കണക്റ്റ് ചെയ്യാം? മറ്റൊരു മെത്തേഡാണ്. വേണമെങ്കിൽ ഇങ്ങനെ കണക്റ്റ് ചെയ്യാം. പിന്നെയോ മൂന്നാമത് ഏത് രീതിയിൽ കണക്റ്റ് ചെയ്യാം? 3 വെർട്ടെക്സുകളുള്ളതിൽ വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും കണക്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഒരു ഗ്രാഫിനെ നമുക്ക് 3 രീതിയിലാണ് ട്രീ ആക്കി മാറ്റാൻ പറ്റുന്നത്. ഈ 3 ഫിഗേഴ്സിലും ഗ്രാഫിൽ തന്നിട്ടുള്ള എല്ലാ വെർട്ടെക്സുകളെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം സൈക്കിൾസ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യാത്ത രീതിയിൽ അവരെ കണക്റ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്പാനിങ് ട്രീ ആണ്, ഇതൊരു സ്പാനിങ് ട്രീ ആണ്, ഇതും ഒരു സ്പാനിങ് ട്രീ ആണ്. ഇനിയും ഓരോ സ്പാനിങ് ട്രീയുടെ വെയിറ്റ് കണ്ടുപിടിക്കാം. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എഡ്ജുകളുടെ ലെങ്ത്തിൻ്റെ സം. ഫസ്റ്റ് ഫിഗറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് 2 എഡ്ജുകൾ. അതിൽ ഈ എഡ്ജിൻ്റെ ലെങ്ത്ത് 1ഉം ഈ എഡ്ജിൻ്റെ ലെങ്ത്ത് 3യുമാണ്. അപ്പോൾ ഈ ട്രീയുടെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? അതിൽ എത്ര എഡ്ജുകളുണ്ടോ എല്ലാ എഡ്ജിൻ്റെയും കൂടെ ലെങ്ത്തിൻ്റെ സം, ദാറ്റ് ഈസ് 1 + 3 = 4. അപ്പോൾ ഈ ഒരു സ്പാനിങ് ട്രീയുടെ ടോട്ടൽ വെയിറ്റ് 4 ആണ്. രണ്ടാമത്തെ സ്പാനിങ് ട്രീയോ? രണ്ടാമത്തെ സ്പാനിങ് ട്രീയിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ട 2 എഡ്ജുകളിൽ ഫസ്റ്റ് എഡ്ജിൻ്റെ ലെങ്ത്ത് 3യും സെക്കൻഡ് എഡ്ജിൻ്റെ ലെങ്ത്ത് 2ഉം ആയതുകൊണ്ട് ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 3 + 2 5 ആണ്. മൂന്നാമത്തെ സ്പാനിങ് ട്രീയിൽ 2 എഡ്ജുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ എഡ്ജിൻ്റെ ലെങ്ത്ത് 1ഉം ഇതിൻ്റെ ലെങ്ത്ത് 2ഉം ആയതുകൊണ്ട് ടോട്ടൽ വെയിറ്റ് ഓഫ് സ്പാനിങ് ട്രീ എന്ന് പറയുന്നത് 3 ആണ്. അങ്ങനെ 3 സ്പാനിങ് ട്രീകളുടെയും ടോട്ടൽ വെയിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഫസ്റ്റ് സ്പാനിങ് ട്രീയുടെ വെയിറ്റ് 4, സെക്കൻഡ് സ്പാനിങ് ട്രീയുടെ വെയിറ്റ് 5, മൂന്നാമത്തെ സ്പാനിങ് ട്രീയുടെ വെയിറ്റ് 3. ഇതിൽ ഏറ്റവും മിനിമം വെയിറ്റുള്ള സ്പാനിങ് ട്രീ ഇതാണ്. മിനിമം വെയിറ്റുള്ള സ്പാനിങ് ട്രീയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിനിമൽ സ്പാനിങ് ട്രീ.
മനസ്സിലായോ? അപ്പോൾ ഒരു ഗ്രാഫിൽ നിന്ന് നമ്മൾ മിനിമം സ്പാനിങ് ട്രീ കൺസ്ട്രക്റ്റ് ചെയ്ത് കഴിയും. ഓക്കെ, ആ മിനിമം സ്പാനിങ് ട്രീയെ മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാം. അങ്ങനെ നമുക്ക് നമ്മുടെ ഗ്രാഫും കിട്ടി, ഈ ഗ്രാഫിൽ നിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത മിനിമൽ സ്പാനിങ് ട്രീയും കിട്ടി. ഈ മിനിമൽ സ്പാനിങ് ട്രീ പ്രോബ്ലം ഒരു NP ഹാർഡും ഒരു NP കംപ്ലീറ്റ് പ്രോബ്ലവുമാണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇവിടെ മൊത്തം 3 എഡ്ജുകളാണ് ഉള്ളത് അല്ലേ? അപ്പോൾ നമുക്കൊരു ഇൻപുട്ട് ഔട്ട്പുട്ട് ടേബിൾ വരയ്ക്കാം. ഫസ്റ്റ് 3 കോളംസും ഇൻപുട്ടിനുള്ളതും ലാസ്റ്റ് കോളം ഔട്ട്പുട്ടിനുള്ളതുമാണ്. ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഓരോ എഡ്ജുകളും ഓരോ ഇൻപുട്ടാണ്. x1 എന്ന എഡ്ജ് ഒരു ഇൻപുട്ടാണ്, x2 എന്ന എഡ്ജ് ഇൻപുട്ടാണ്, x3 എന്ന് പറയുന്ന എഡ്ജും ഇൻപുട്ടാണ്. അപ്പോൾ നമ്മളിവിടെ വരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ സ്പാനിങ് ട്രീയിലേക്ക് ഏത് എഡ്ജിനെ ഇൻക്ലൂഡ് ചെയ്യുന്നു അതിനെ നമ്മൾ 1 എന്നും ഇൻക്ലൂഡ് ചെയ്യാത്ത എഡ്ജിനെ 0 എന്നും റെപ്രസെൻ്റ് ചെയ്യുക. അപ്പം മൊത്തം 3 ഇൻപുട്ടുകളാണ് ഉള്ളതെങ്കിൽ 3 ഇൻപുട്ടുകളുടെ കോമ്പിനേഷൻസ് ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. 3 ഇൻപുട്ട് കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം, 0 0 0 എന്ന് വെച്ചാൽ 3 എഡ്ജുകളിൽ ഒരു എഡ്ജിനെ പോലും ഞാൻ സ്പാനിങ് ട്രീയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നർത്ഥം. മറ്റ് കോമ്പിനേഷൻസ് ഏതൊക്കെയാണ്? 0 0 1. ലാസ്റ്റ് x3 എന്ന എഡ്ജ് മാത്രം സ്പാനിങ് ട്രീയിലേക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ 0 1 0 എന്ന് പറഞ്ഞാലോ, രണ്ടാമത്തെ എഡ്ജായ x2നെ മാത്രം സ്പാനിങ് ട്രീയിലേക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ ഇവിടെ 0 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു കറസ്പോണ്ടിങ് എഡ്ജിനെ ഞാൻ സ്പാനിങ് ട്രീയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു സ്പാനിങ് ട്രീയിലേക്ക് ആ കറസ്പോണ്ടിങ് എഡ്ജിനെ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുമാണ്. 1 ഇൻക്ലൂഷനെയും 0 എക്സ്ക്ലൂഷനെയുമാണ് കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ബാക്കി കൂടി എഴുതാം. ഇങ്ങനെ 3 ബിറ്റിൻ്റെ എത്ര കോമ്പിനേഷൻസ് പോസിബിളാണ്? 8 കോമ്പിനേഷൻസ്. ഏതൊക്കെ? 0 0 0 മുതൽ 1 1 1 വരെ. നമുക്ക് ആ കോമ്പിനേഷൻ ആദ്യം അത് എഴുതാം. 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1. ഇനി ഏതാണ്? ഇനിയും വരുന്നതാണ് 1 1 0 ആൻഡ് 1 1 1. അങ്ങനെ 8 എണ്ണമായി അല്ലേ? എയ്റ്റ് കോമ്പിനേഷൻസ് എഴുതി. ഇതിൽ ഈ ഒരു സെറ്റ് എന്തായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുക? എ സ്പാനിങ് ട്രീ വെയർ വി ഹാവ് ഇൻക്ലൂഡഡ് x2 ആൻഡ് x3. x2നെയും x3യെയും ഇൻക്ലൂഡ് ചെയ്തു, പക്ഷേ x1നെ ഇൻക്ലൂഡ് ചെയ്തില്ല. അപ്പോൾ ഇൻക്ലൂഡ് ചെയ്തോ ചെയ്തില്ലയോ എന്നാണ് ഈ ഒരു കോമ്പിനേഷൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്പുട്ടിൽ നമ്മൾ എന്ത് മാർക്ക് ചെയ്യും? ഇത്രയും പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. ഗ്രാഫിൽ നിന്ന് സ്പാനിങ് ട്രീ ക്രിയേറ്റ് ചെയ്യുവാനായി 8 പോസിബിലിറ്റീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ 8 പോസിബിലിറ്റി എവിടെ നിന്ന് കിട്ടി? ആകെയുള്ളത് 3 എഡ്ജുകൾ. ഈ 3 എഡ്ജുകളിൽ ഏതൊക്കെ എഡ്ജിനെ സ്പാനിങ് ട്രീയിൽ ഉൾപ്പെടുത്തണം, ഏതിനെയൊക്കെ ഒഴിവാക്കണം. അപ്പോൾ അതിൽ മൊത്തം 8 പോസിബിലിറ്റീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ 8 പോസിബിലിറ്റീസിൽ ഒരെണ്ണം മാത്രമാണ് നമ്മുടെ സൊല്യൂഷൻ. ഏതാണ് ആ സൊല്യൂഷൻ? ഇത്. ഈ സൊല്യൂഷൻ പ്രകാരം x1 എന്ന എഡ്ജിനെയും x2 എന്ന എഡ്ജിനെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നു, x3യെ ഒഴിവാക്കുന്നു. ആണല്ലോ? അപ്പോൾ അതനുസരിച്ച് ഇതിലേതാണ് നമ്മുടെ സൊല്യൂഷൻ? x1നെയും x2നെയും ഉൾപ്പെടുത്തുകയും x3യെ ഒഴിവാക്കുകയും ചെയ്യുന്ന ഈ ഒരു കോമ്പിനേഷനാണ് നമ്മുടെ
യഥാർത്ഥ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സൊല്യൂഷൻ്റെ നേർക്ക് മാത്രം ഒരു ഔട്ട്പുട്ട് 1 കൊടുക്കുകയും ബാക്കി എല്ലാവർക്കും ഔട്ട്പുട്ട് 0 കൊടുക്കുകയും ചെയ്യണം. എന്ന് വെച്ചാൽ 1 ഔട്ട്പുട്ട് കിട്ടുന്നതിൻ്റെ നേർക്ക് എന്തൊക്കെയാണോ ഇൻപുട്ട് കോമ്പിനേഷൻസ് ആ എഡ്ജുകളെ മാത്രം ഉൾപ്പെടുത്തുക. ബാക്കി ഒരു കോമ്പിനേഷനും നമ്മുടെ സൊല്യൂഷൻ അല്ല. സൊല്യൂഷൻ ഏത് മാത്രമാണ്? ഇത് മാത്രമാണ്. ഇത് പറയുന്നത് ഫസ്റ്റ് 2 എഡ്ജുകളെയും, അതായത് x1നെയും x2നെയും ഉൾപ്പെടുത്തുക, x3യെ ഒഴിവാക്കുക. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്കൊരു മിനിമൽ സ്പാനിങ് ട്രീ കിട്ടൂ. അപ്പോൾ ഏത് പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ തന്നാലും നിങ്ങൾ ആ പ്രോബ്ലത്തിനെ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ടേബിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. എത്ര ഇൻപുട്ടുകളാണോ നമ്മുടെ ഫിഗറിലുള്ളത്, ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഇങ്ങനൊരു ഫിഗറാണ് വരയ്ക്കുന്നത് എങ്കിൽ ഇവിടെ 5 എഡ്ജുകളാണുള്ളത് അല്ലേ? 1 2 3 4 5 എഡ്ജുകൾ. ഓരോ എഡ്ജിനും ഓരോ വേരിയബിളിനെയും വെച്ചാവുമ്പോൾ ഇവിടെ മൊത്തം 5 വേരിയബിൾസ് ഉണ്ടാകും. 5 വേരിയബിളുകൾ ഉണ്ടെങ്കിൽ എത്ര കോമ്പിനേഷൻസ് ഉണ്ടാവും? 2⁵ കോമ്പിനേഷൻസ് വിച്ച് ഈസ് ഈക്വൽ ടു 32. 32 കോമ്പിനേഷൻസ് ഉണ്ടാവും. 32 വ്യത്യസ്ത തരത്തിലെ ഇൻപുട്ടുകൾ ഉള്ളതിൽ ഏതാണോ യഥാർത്ഥ ഔട്ട്പുട്ട് അതിൻ്റെ നേർക്കുള്ള ഇൻപുട്ട് കോമ്പിനേഷൻ സീക്വൻസ് ഏതാണെന്ന് നോക്കുക. ആ ഔട്ട്പുട്ടിൻ്റെ നേർക്ക് മാത്രം ഒരു 1 കൊടുക്കുകയും ബാക്കി എല്ലാത്തിൻ്റെയും ഔട്ട്പുട്ടിൻ്റെ നേർക്ക് 0 കൊടുക്കുകയും വേണം. അപ്പോൾ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷനേ ഉള്ളൂ എങ്കിൽ ആ സൊല്യൂഷന് നേർക്ക് മാത്രം ഒരു 1ഉം ബാക്കി എല്ലാത്തിൻ്റെയും നേർക്ക് 0. ചില പ്രോബ്ലംസിന് ഒന്നിലധികം സൊല്യൂഷൻസ് ഉണ്ടാകും. അങ്ങനെയെങ്കിൽ എത്ര സൊല്യൂഷൻസ് ഉണ്ടോ എല്ലാത്തിൻ്റെയും നേർക്ക് 1, സൊല്യൂഷൻ അല്ലാത്തതിൻ്റെ നേർക്ക് 0യും കൊടുക്കുക. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ ഏത് പ്രോബ്ലത്തിനെ ഇൻപുട്ട് ഔട്ട്പുട്ട് കോമ്പിനേഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്താലും ഔട്ട്പുട്ട് സൊല്യൂഷൻ ആണെങ്കിൽ മാത്രം 1 എഴുതുക, അല്ലെങ്കിൽ 0 എഴുതുക. ഇതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇനിയും ഇത് ഉപയോഗിച്ച് ഒരു കെ മാപ്പ് വരയ്ക്കാൻ പോകുന്നു. കെ മാപ്പ് വരയ്ക്കുമ്പോൾ POS എക്സ്പ്രഷൻ യൂസ് ചെയ്താണ് നമ്മൾ കെ മാപ്പ് വരയ്ക്കേണ്ടത്. ഇത് ഓർമ്മ വേണം. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ കെ മാപ്പ് വരയ്ക്കാൻ പോകുന്നു. ഇത്തവണ കെ മാപ്പ് വരയ്ക്കുമ്പോൾ ഓർക്കുക, 3 ഇൻപുട്ട് ഉള്ളൂ. 3 ഇൻപുട്ട് ഉപയോഗിച്ച് 8 കോമ്പിനേഷൻസ് ആണ് പോസിബിൾ. സോ 3 ഇൻപുട്ട് കെ മാപ്പാണ് വരയ്ക്കാൻ പോകുന്നത്. 3 ഇൻപുട്ട് കെ മാപ്പ് നമുക്കൊന്ന് വരയ്ക്കാം. ഇൻപുട്ടിൻ്റെ കെ മാപ്പ് വരച്ചു. അതിൽ ഒരു വേരിയബിളിനെ ഇവിടെയും മറ്റ് 2 വേരിയബിളിനെ ഇവിടെയും റെപ്രസെൻറ്റ് ചെയ്യാം. ഏതൊക്കെ വേരിയബിൾ? ഇവിടെ നമുക്ക് x1നെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പം മേളിലോ ഇവിടെ നമുക്ക് x2നെയും x3യെയും റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ശരി. എങ്ങനെയാണ് എഴുതാൻ പോകുന്നത് നോക്കിക്കോളുക. ആദ്യം x1ൻ്റെ മാർക്ക് ചെയ്യാം. ഇവിടെ x1 0യും ഇവിടെ x1ൻ്റെ വാല്യൂ 1ഉമാണ്. അപ്പോൾ ഫസ്റ്റ് റോ 0 എന്ന വാല്യൂവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. സെക്കൻഡ് റോ 1 എന്ന വാല്യൂവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഒരു വേരിയബിളേ ഉള്ളൂ. അപ്പോൾ ആ വേരിയബിൾ ഒന്നുകിൽ 0 ആവാം, അല്ലെങ്കിൽ 1 ആവാം. ഇവിടെ 2 വേരിയബിൾസ് ഉണ്ട്. 2 വേരിയബിൾസ് ഉപയോഗിച്ച് എത്ര കോമ്പിനേഷൻസ്? 0 0 0 1 1 0 1 1 4 കോമ്പിനേഷൻസ് പോസിബിൾ ആണ് അല്ലേ? അപ്പോൾ ആ കോമ്പിനേഷൻസ് നമുക്കൊന്ന് എഴുതാം. ഇത് 0 0, ഇത് 0 1, ഇത് 1 0, ഇത് 1 1. ഇങ്ങനെയാണ് എഴുതേണ്ടത്, മാറിപ്പോവരുത്. ഇനി സെല്ലുകളെ ഒന്ന് നമ്പർ ചെയ്യാം. ഇത് 0, ഇത് 1, ഇത് 2, ഇത് 3. 4 5 6 7. ഇങ്ങനെയാണ് സെല്ലുകളെ നമ്പർ ചെയ്യുന്നത്. ഇനി നമുക്ക് വേരിയബിൾസ് എഴുതാം. വേരിയബിൾ എഴുതുമ്പോൾ POS എക്സ്പ്രഷനാണെന്ന് ഓർമ്മ വേണം. POXൽ 0 എന്ന് പറഞ്ഞാൽ നോർമൽ വാല്യൂ എന്നാണ് അർത്ഥം. അപ്പോൾ 0യ്ക്ക് നേർക്ക് നമുക്ക് x1 എന്ന് തന്നെ എഴുതാം. 1ന് നേർക്ക് 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കോംപ്ലിമെൻറ്റിനെയാണ്. അതുകൊണ്ട് 1ൻ്റെ നേർക്ക് നമ്മൾ x1ൻ്റെ കോംപ്ലിമെൻറ്റ് ഫോമാണ് എഴുതേണ്ടത്. x1 ബാർ എന്നാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ എപ്പോഴും ഓർമ്മ വേണം, POSൽ
0 ഒരു വേരിയബിളിൻ്റെ നോർമൽ ഫോമിനെയും 1 ഒരു വേരിയബിളിൻ്റെ കോംപ്ലിമെൻറ്റ് ഫോമിനെയുമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നമ്മളിത് എഴുതി. ഇനി ഇത് 0 0 ആണ് എന്ന് വെച്ചാൽ ഇവിടെ x2ഉം 0 x3യും 0, രണ്ടും 0 ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതേണ്ടി വരും? നമുക്ക് എഴുതാം x2 പ്ലസ് x3. ഓക്കെ, രണ്ടും നോർമൽ ആയതുകൊണ്ട് x2 എന്നും x3 എന്നും എഴുതാൻ പാടുള്ളൂ. POS ആയതുകൊണ്ടാണ് നമ്മൾ സം ഫോമിൽ എഴുതുന്നത്. അപ്പോൾ ഫസ്റ്റ് കോളത്തിനെ നമ്മൾ x2 പ്ലസ് x3 എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സെക്കൻഡ് കോളം 0 1 ആണ്. 0 1 ആയതുകൊണ്ട് x2 നോർമലും x3 കോംപ്ലിമെൻറ്റുമാണ്. അപ്പോൾ നമുക്ക് എഴുതാം x2 പ്ലസ് x3 ബാർ. ഫസ്റ്റ് വേരിയബിൾ നോർമലും സെക്കൻഡ് വേരിയബിൾ കോംപ്ലിമെൻറ്റും. ഇതിനെ എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് എഴുതുമ്പോൾ രണ്ടും കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ എഴുതുന്നു x2 ബാർ പ്ലസ് x3 ബാർ. x2 ബാർ പ്ലസ് x3 ബാർ. ഇത് x2 കോംപ്ലിമെൻറ്റും x3 നോർമലും. അപ്പോൾ x2 കോംപ്ലിമെൻ്റ് ആയതുകൊണ്ട് ഞാൻ എഴുതുന്നു x2 കോംപ്ലിമെൻറ്റ് പ്ലസ് x3 നോർമലാണ്. അപ്പോൾ x3 എന്ന് എഴുതി. അങ്ങനെ റോയ്ക്കും പേര് കൊടുത്തു, കോളത്തിനും പേര് കൊടുത്തു. ഇനി കെ മാപ്പിൻ്റെ ഉള്ളിൽ വാല്യൂസ് ഫില്ല് ചെയ്യണം. വാല്യൂസ് ഫില്ല് ചെയ്യാൻ വേണ്ടി നമുക്ക് വീണ്ടും ട്രൂത്ത് ടേബിൾ ഒന്ന് നോക്കാം. ട്രൂത്ത് ടേബിളിൽ 1 ഉള്ള കോമ്പിനേഷൻ നോക്കുക. 1 ഉള്ള കോമ്പിനേഷൻ ഇതാണ്, ബാക്കിയെല്ലാം സീറോസ് ആണ്. അപ്പോൾ 1 വരുന്നത് എവിടെയാണ്? 1 വരുന്നത് 1 1 0യിലാണ്. അതായത് ഇൻപുട്ടുകൾ 3ഉം 1ഉം 1ഉം 0യും വരുമ്പോൾ മാത്രം ഔട്ട്പുട്ട് 1. 1 1 0 എന്ന് പറഞ്ഞാൽ ബൈനറി 6ന് തുല്യമാണ്. 1 1 0 എന്ന് പറഞ്ഞാൽ ബൈനറി ഓഫ് 6 ആണ്. അപ്പോൾ 6ാമത്തെ സെല്ല് ആണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, നമുക്ക് ഇവിടെ കിടക്കുന്നത് ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. 1 എന്ന ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് 1 1 0 ആയിരിക്കണം. 1 1 0 എന്ന് പറയുന്നത് 6ൻ്റെ ബൈനറിയാണ്. വിച്ച് മീൻസ് 6ാമത്തെ സെല്ലാണ് നമ്മുടെ ഔട്ട്പുട്ട് സെല്ല്. അതായത് ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് സെല്ല്. ഔട്ട്പുട്ട് സെല്ല് ഒഴികെ ബാക്കി എല്ലാ സെല്ലുകളിലും സീറോസ് വെച്ച് നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പം 6th സെല്ല് ഔട്ട്പുട്ട് സെല്ലായതുകൊണ്ട് അതൊഴിച്ച് ബാക്കി എല്ലാത്തിനെയും സീറോസ് വെച്ച് ഫില്ല് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ 0 വെച്ച് ഫില്ല് ചെയ്തു. 0 0 0 0 0 0 എത്രയും സീറോസ് വെച്ച് ഫില്ല് ചെയ്തു. ഔട്ട്പുട്ട് സെല്ലിനെ മാത്രം ഫില്ല് ചെയ്യത്തില്ല. ഇത് കഴിഞ്ഞ് ഇനി നമുക്ക് ഗ്രൂപ്പ് ചെയ്യണം. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് 8 ബിറ്റുകളുടെ ഗ്രൂപ്പ് ഉണ്ടോ. 8 ബിറ്റിൻ്റെ ഗ്രൂപ്പ് ഇതിലുണ്ടോ? ഇല്ല. 8 ബിറ്റിൻ്റെ ഗ്രൂപ്പിംഗ് പോസിബിൾ അല്ല എങ്കിൽ മാത്രം 4 ബിറ്റിൻ്റെ ഗ്രൂപ്പുകൾ അന്വേഷിക്കുക. അപ്പോൾ നോക്കുമ്പോൾ 4 ബിറ്റ് ഗ്രൂപ്പിംഗ് പോസിബിൾ ആണ് അല്ലേ? ഏതാണ്? ഇങ്ങനൊരു ഗ്രൂപ്പിംഗ് പോസിബിൾ അല്ലേ? ഇതൊരു 4 ബിറ്റ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഗ്രൂപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ഗ്രൂപ്പ് ചെയ്യാം, അതുമല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ഗ്രൂപ്പ് ചെയ്യാം. ഇത്രയും ഗ്രൂപ്പിംഗ് പോസിബിൾ ആണ്. മൊത്തം 3 ഗ്രൂപ്പിംഗ് പോസിബിളായേ. ഇനി ഈ ഗ്രൂപ്പുകൾക്ക് പേര് കൊടുക്കണ്ടേ? എങ്ങനെ കൊടുക്കും പേര്? നോക്കിക്കേ, ആദ്യം നമുക്ക് ഈ ഗ്രൂപ്പിന് പേര് കൊടുക്കാം. ഈ ഗ്രൂപ്പിന് പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏത് റോയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ഏത് കോളമാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റോയും കോളവും സെലക്ട് ചെയ്യുന്നത് ഏത് എന്ന് നോക്കിക്കോളാം. ഇപ്പോൾ നമ്മൾ ഈ റോയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ റോ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ വേരിയബിൾ x1 ആണ്. അതേപോലെ കോളം ഏതാണ്? ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളവും തേർഡ് കോളവും ഫോർത്ത് കോളവും സെലക്ട് ചെയ്യുന്നുണ്ട്. 4 കോളവും സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന വാല്യൂസ് ഇത്രയുമാണ്. ഇത്രയും വാല്യൂസാണ് വരുന്നത്.
റോ എടുത്തപ്പോൾ x1 എന്നും കിട്ടി, കോളം എടുത്തപ്പോൾ കിട്ടിയത് x2 പ്ലസ് x3 ഇൻറ്റു x2 പ്ലസ് x3 ബാർ ഇൻറ്റു x2 ബാർ പ്ലസ് x3 ബാർ ഇൻറ്റു x2 ബാർ പ്ലസ് x3. ഇതിൽ ഒരേ വേരിയബിളിന് നോർമൽ ഫോമും കോംപ്ലിമെൻറ്റ് ഫോമും ഉണ്ടെങ്കിൽ ആ വേരിയബിൾ ക്യാൻസലായി പോകും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ x2നെ സംബന്ധിച്ചിടത്തോളം x2ൻ്റെ നോർമൽ ഫോമും ഉണ്ട്, x2ൻ്റെ കോംപ്ലിമെൻറ്റ് ഫോമും ഉണ്ട് അല്ലേ. അപ്പോൾ x2 ക്യാൻസലായി പോകത്തില്ലേ. അതേപോലെ x3ക്ക് നോർമൽ ഫോമും ഉണ്ട്, x3ക്ക് കോംപ്ലിമെൻറ്റ് ഫോമും ഉണ്ട്. അപ്പോൾ x3യും ക്യാൻസലാവും. അപ്പോൾ എന്തൊക്കെ പോയി? x3യും ക്യാൻസലായി പോവും, x2വും ക്യാൻസലായി പോവും. ബാക്കി കിട്ടുന്നത് എന്ത് മാത്രമാണ്? x1 മാത്രം. അപ്പം നമുക്ക് എന്തെഴുതാം? നമുക്ക് ഈ ഗ്രൂപ്പിൻ്റെ പേര് x1 എന്ന് കൊടുക്കാം. ഓക്കെ, ശരി. ഇനി നമുക്ക് അടുത്ത ഗ്രൂപ്പ് ഒന്ന് നോക്കാം. അടുത്ത ഗ്രൂപ്പ് ദാണ്ട് ഇതാണേ. അടുത്ത ഗ്രൂപ്പിനെ നമ്മൾ എടുക്കുമ്പോൾ ആ ഗ്രൂപ്പിൽ ഏതൊക്കെ റോയാണ്? ഒന്ന് ഈ റോ, പിന്നെ ഒന്ന് ഈ റോ. ഈ 2 റോസാണ് അവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 റോ ഇതെന്തുകൊണ്ട് ഇതെടുത്തു എന്ന് ചോദിച്ചാൽ ഈ ഗ്രൂപ്പാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുമ്പം ഈ 2 റോയാണ് അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അപ്പോൾ 2 റോ ഇൻക്ലൂഡ് ആകുമ്പോൾ ആ 2 റോയുടെയും വാല്യൂസ് എടുത്താൽ x1 ഇൻറ്റു x1 ബാർ എന്നാവും. അതനുസരിച്ച് x1ൻ്റെ നോർമൽ ഫോമും കോംപ്ലിമെൻറ്റ് ഫോമും അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് x1ൻ്റെ ഫുൾ വേരിയബിളിൻ്റെ അതങ്ങ് പോവുകയാണ്. ഇനി നമുക്ക് കോളം നോക്കാം. കോളം നോക്കുമ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിങ്ങിൽ ഈ കോളവുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 2 കോളം എടുത്താൽ നമുക്ക് കിട്ടുന്ന വേരിയബിളിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇവിടെയും x2 ഇവിടെയും x2, രണ്ടിടത്തും x2 നോർമൽ ഫോമിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ x3 ഇവിടെ x3 ബാർ. അപ്പം x3ക്ക് നോർമലും കോംപ്ലിമെൻറ്റും ഉള്ളതുകൊണ്ട് x3 കട്ടായി പോവും. x2 രണ്ടിടത്തും നോർമൽ തന്നെയാണ്, x2നൊന്നും സംഭവിക്കുന്നില്ല. x1ഉം കട്ടായി പോകുന്നു. അപ്പോൾ നമുക്ക് ബാക്കി വരുന്നത് ഏത് മാത്രമാണ്? ബാക്കി വരുന്നത് x2 മാത്രമാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ഗ്രൂപ്പ് നോക്കാം. മൂന്നാമത്തെ ഗ്രൂപ്പിൽ ഇതാണ് എടുക്കുന്നത്. മൂന്നാമത്തെ ഗ്രൂപ്പിൽ നമ്മൾ ഇതെടുക്കുമ്പോൾ ഈ 2 റോസാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആ 2 റോസും എടുക്കുമ്പോൾ x1 എന്ന വേരിയബിളിന് നോർമലും കോംപ്ലിമെൻറ്റും ഉള്ളതുകൊണ്ട് x1 മൊത്തത്തിൽ ക്യാൻസലായി പോവും. ഈ 2 കോളംസ് എടുക്കുന്ന സമയത്ത് ഇവിടെ x2 ഇവിടെ x2 ബാർ. അപ്പോൾ x2 ഫുള്ളി പോകുന്നതാണ്. ഇവിടെ x3 ബാർ ഇവിടെയും x3 ബാർ. രണ്ടിടത്തും x3 കോമൺ ആണ്. അതായത് നോർമലും കോംപ്ലിമെൻറ്റും ആണെങ്കിൽ മാത്രമേ കട്ടായി പോകത്തുള്ളൂ. 2 കോംപ്ലിമെൻറ്റോ 2 നോർമലോ ആണെങ്കിൽ കട്ടാവുകയില്ല. അപ്പോൾ ഇവിടെ x3ക്ക് രണ്ടിടത്തും കോംപ്ലിമെൻ്റ് ആയതുകൊണ്ട് നമുക്ക് x3 ബാർ എന്നതിന് പേര് കൊടുക്കാം. കാരണം ഈ ഗ്രൂപ്പിൽ x1ൻ്റെ ഒക്കറൻസും പോകുന്നു, x2ൻ്റെ ഒക്കറൻസും പോകുന്നു. ബാക്കി വരുന്നത് x3യുടെ ഒക്കറൻസ് മാത്രമാണ്. അങ്ങനെ നമുക്ക് 3 ഗ്രൂപ്പ് നെയിമുകൾ കിട്ടി. എന്തൊക്കെയാണ്? x1 ഇൻറ്റു x2 ഇൻറ്റു x3 ബാർ. ഇതാണ് നമ്മുടെ POS എക്സ്പ്രഷൻ. x1 ഇൻറ്റു x2 ഇൻറ്റു x3 ബാർ. ഇനി ഈ POS എക്സ്പ്രഷനിൽ 3 ടേമുകളെ ഞാൻ പ്രോഡക്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ എനിക്കിനി ഒരു CNF ആക്കി മാറ്റണം. CNF എങ്ങനെ എഴുതാം? CNF എന്ന് പറഞ്ഞാൽ ഓരോ ഡോട്ട് ഓപ്പറേറ്ററിനെയും ആൻഡ് ഓപ്പറേറ്ററാക്കി മാറ്റുക. എന്ന് വെച്ചാൽ എനിക്ക് എഴുതാം x1 ഇൻറ്റുവിന് പകരം x1 ആൻഡ് എന്ന് എഴുതുക. x1 ആൻഡ് x2 ആൻഡ് x3 ബാർ. ഡോട്ട് ഓപ്പറേറ്ററിനെ ആൻഡ് ഓപ്പറേറ്റർ കൊണ്ട് റീപ്ലേസ് ചെയ്തപ്പോൾ POS എക്സ്പ്രഷൻ CNF എക്സ്പ്രഷനായി മാറി. അപ്പം നമ്മുടെ സൊല്യൂഷൻ കിട്ടി. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? മിനിമൽ സ്പാനിങ് ട്രീ എന്ന ഈ പ്രോബ്ലത്തിനെ എനിക്ക് ഒരു CNF എക്സ്പ്രഷനായിട്ട് എഴുതാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇനി ഞാൻ എഴുതുന്നത് ശ്രദ്ധിച്ച് നോക്കിക്കോണം. ഞാനിപ്പോൾ എഴുതിയത് MST, അതായത് മിനിമൽ സ്പാനിങ് ട്രീ എന്ന പ്രോബ്ലത്തിനെ CNF സാറ്റിസ്ഫയബിൾ
പ്രോബ്ലമായി എനിക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ സാധിച്ചു എന്നാണ്. അതിനെ ഇങ്ങനെ വേണം എഴുതാൻ: CNF സാറ്റിസ്ഫയബിലിറ്റി റിഡ്യൂസസ് ടു MST. ഒന്നുകൂടെ വായിക്കാം: CNF സാറ്റിസ്ഫയബിലിറ്റി റിഡ്യൂസസ് ടു MST എന്ന് പറഞ്ഞാൽ MST എന്ന മിനിമൽ സ്പാനിങ് ട്രീ പ്രോബ്ലത്തിനെ നമുക്കൊരു CNF സാറ്റിസ്ഫയബിൾ പ്രോബ്ലമായി റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത് എഴുതിക്കുന്നത് ശ്രദ്ധിച്ചോണം. CNF സാറ്റിസ്ഫയബിലിറ്റി എന്താണ്? CNF സാറ്റിസ്ഫയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സാറ്റിസ്ഫയബിലിറ്റി പ്രോബ്ലമാണ്. അപ്പോൾ എനിക്ക് എഴുതാം: സാറ്റിസ്ഫയബിലിറ്റി റിഡ്യൂസസ് ടു CNF സാറ്റിസ്ഫയബിലിറ്റി. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, രണ്ടിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു പ്രോബ്ലമായ മിനിമൽ സ്പാനിങ് ട്രീയെ എനിക്കൊരു CNF സാറ്റിസ്ഫയബിലിറ്റി ഇക്വേഷനായിട്ട് എഴുതാൻ സാധിക്കും എന്നാണ്. അതേപോലെ CNF സാറ്റിസ്ഫയബിലിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു സാറ്റിസ്ഫയബിൾ പ്രോബ്ലമാണ്. സോ സാറ്റിസ്ഫയബിലിറ്റി ഈസ് റിഡ്യൂസസ് ടു CNF സാറ്റിസ്ഫയബിലിറ്റി. ഇത് രണ്ടും നമുക്ക് പ്രൂവ് ആയി കഴിഞ്ഞു. ഇത് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ്. എല്ലാ സാറ്റിസ്ഫയബിലിറ്റി ഇക്വേഷൻസും ഒന്നീ DNF ആയിരിക്കും അല്ലെങ്കിൽ CNF ആയിരിക്കും. ഇത് രണ്ടിലേതായാലും അത് സാറ്റിസ്ഫയബിൾ ഇക്വേഷൻസ് തന്നെയാണ്, അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്തറിയാം? CNF സാറ്റിസ്ഫയബിലിറ്റി ആണെന്നറിയാം. പക്ഷേ ഒരു പ്രോബ്ലം CNF സാറ്റിസ്ഫയബിലിറ്റി ആണ് എന്നാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തിരിക്കുന്നത്, അല്ലേ? ഓക്കെ, ഇനി ഇതൊന്ന് ശ്രദ്ധിച്ചോ. സാറ്റിസ്ഫയബിലിറ്റി റിഡ്യൂസസ് ടു CNF സാറ്റിസ്ഫയബിലിറ്റി. അതേസമയം CNF സാറ്റിസ്ഫയബിലിറ്റി റിഡ്യൂസസ് ടു MST. ഇതിനെ ഞാനൊരു ട്രാൻസിറ്റീവ് റിലേഷനിൽ പറയാൻ പോവുക. ഇഫ് A ടെൻസ് ടു B ആൻഡ് B ടെൻസ് ടു C, A ടെൻസ് ടു B ആൻഡ് B ടെൻസ് ടു C ആണെങ്കിൽ A ടെൻസ് ടു C എന്നെനിക്ക് പറയാം. ഒന്നുകൂടെ പറയുന്നു: ഇഫ് A ടെൻസ് ടു B and B tends to C, then A tends to C എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? അതിനനുസരിച്ച് നമുക്ക് എഴുതാം: therefore എന്താണ്? therefore എന്തെഴുതാം? നമുക്ക് എഴുതാം സാറ്റിസ്ഫയബിലിറ്റി റിഡ്യൂസസ് ടു MSTയെ സാറ്റിസ്ഫയബിലിറ്റി റിലേഷൻഷിപ്പായിട്ട് എഴുതാൻ സാധിക്കും. MSTയെ CNF ആയിട്ട് എഴുതാൻ പറ്റും. CNF സാറ്റിസ്ഫയബിലിറ്റി ആണ് എങ്കിൽ MSTയും സാറ്റിസ്ഫയബിലിറ്റി ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഒരു പ്രോബ്ലം സാറ്റിസ്ഫയബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ എനിക്ക് എന്തെഴുതാം? നമ്മൾ പഠിച്ച റൂൾ അനുസരിച്ച് നമ്മൾ എന്താണ് പഠിച്ചത്? ഒരു പ്രോബ്ലം സാറ്റിസ്ഫയബിൾ ആണെങ്കിൽ ആ പ്രോബ്ലം NP ഹാർഡ് ആണെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പം നമുക്ക് എഴുതാം: therefore MST ഈസ് NP ഹാർഡ്. അപ്പോൾ NP ഹാർഡ് ആവാനുള്ള കണ്ടീഷൻ എന്താ? പ്രോബ്ലം സാറ്റിസ്ഫയബിൾ ആയിരിക്കണം. ആദ്യം നമ്മൾ പ്രോബ്ലം CNF സാറ്റിസ്ഫയബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. അത് കഴിഞ്ഞ് പ്രോബ്ലം സാറ്റിസ്ഫയബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. പ്രോബ്ലം സാറ്റിസ്ഫയബിൾ ആണെങ്കിൽ അത് NP ഹാർഡ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കും. NP ഹാർഡുമാണ്, ഈ പ്രോബ്ലത്തിൻ്റെ ഒരു സൊല്യൂഷനും ഉണ്ടെങ്കിൽ അത് NP കംപ്ലീറ്റ് ആണ്. നമ്മൾ നോക്കിയപ്പോൾ ഓൾറെഡി നമുക്ക് സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞു, അല്ലേ? ഇത് പ്രോബ്ലവുമാണ്, NP ഹാർഡുമാണ്, അതേസമയം ഇതിനൊരു സൊല്യൂഷനുമുണ്ട്. ആ സൊല്യൂഷൻ ഉണ്ടെന്ന് നമ്മൾ എങ്ങനെ എഴുതും? നമ്മൾ എഴുതും ഈ പ്രോബ്ലം MST എന്ന ഈ പ്രോബ്ലം ബിലോങ്സ് ടു NP എന്ന് പറയാൻ കാരണം നോൺ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം ഉപയോഗിച്ച് നമുക്കിതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്ത് പറയാം? സൊല്യൂഷനും കണ്ടെത്താൻ സാധിക്കുന്നു, NP ഹാർഡും ആയതുകൊണ്ട് എനിക്ക് പറയാം therefore MST ഈസ് NP
പി കംപ്ലീറ്റ്. ഇതാണ് ഇതിൻ്റെ പ്രൂഫ്. ഇതുപോലെയാണ് ഓരോ പ്രോബ്ലത്തിനെയും നമ്മൾ സോൾവ് ചെയ്ത് അത് എൻ പി ഹാർഡാണോ അതോ എൻ പി കംപ്ലീറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ 3 എഡ്ജുകൾ ഉള്ളതുകൊണ്ട് ഇപ്പം നമുക്ക് സൊല്യൂഷൻ കിട്ടി. 4 എഡ്ജുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ സ്റ്റെപ്സ് എടുത്തേനെ. അപ്പോൾ ഓരോ ഇൻപുട്ടുകൾ മാറുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് സ്റ്റെപ്സ് കൂടുകയോ കുറയുകയോ ചെയ്യാം. അപ്പം എത്ര സ്റ്റെപ്സ് വേണമെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇതൊരു നോൺ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം ഉപയോഗിച്ചിട്ടാണ് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. സാറ്റിസ്ഫയബിളുമായതുകൊണ്ട് ഇറ്റ് ഈസ് ബോത്ത് എൻ പി ഹാർഡ് ആൻഡ് എൻ പി കംപ്ലീറ്റ്. മനസ്സിലായോ?